ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും, ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ശേഷ പാസ്റ്റർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി ഞാൻ അറിയിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വേദഭാഗം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വേദഭാഗം. മതി. വളരെ പരിചിതമായ ഒരു നല്ല വേദഭാഗമാണ് നമ്മളോട് വായിച്ചത്. ഞാൻ ഒരുപാട് മുഖവുരകൾ പറഞ്ഞ് സമയം കളയാതെ വേഗം ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ അത്യുഗ്രമായ ചില പ്രയോഗങ്ങൾ ഈ വാക്കുകളിൽ അല്ലെങ്കിൽ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ വിശദീകരണങ്ങളൊക്കെ ഭംഗിയായിട്ട് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ള കൊരിന്ത്യർ ലേഖനം എഴുതാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കൊരിന്ത്യർ സഭയെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഉണർവുള്ള, റിവൈവലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് കണക്കാക്കിയിരുന്നു ആ കാലഘട്ടത്തിലെ. അവിടെ വരുന്ന എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രവചിക്കുന്നവരുണ്ട്, പിന്നെ അങ്ങനെ അന്യഭാഷ പറയുന്ന, അങ്ങനെ ഒരുപാട് ബൈബിളിൽ പറയുന്ന എല്ലാ കൃപാവരങ്ങളും സഭയിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എവിടെയും ഉണ്ടായിരുന്നു, കൊരിന്ത്യർ സഭയിൽ ഉണ്ടായിരുന്നു. തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു, പിന്നെ ഒരുവനോട് ഒരുവൻ കേസിന് പോകുന്നതുണ്ടായിരുന്നു, പിന്നെ ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പുകളുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യർ സഭയെന്ന് പറയുന്നത്. അപ്പം ആ സഭയ്ക്ക് പൗലോസ് ഒരു ലേഖനം എഴുതി കൊടുത്തു. അപ്പം എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികം അറിയാം, പൗലോസിൻ്റെ ശൈലി വെച്ചുകൊണ്ട് എഴുതിയപ്പോൾ ആ സഭയ്ക്ക് അതങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അവർക്ക്. അത് സ്വാഭാവികമായൊരു കാര്യമാണ്. അവർ നോക്കുമ്പോൾ എന്താണ്, സഭയ്ക്കകത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, സകലതുമുണ്ട്. പക്ഷെ പൗലോസ് ഇത് പറയുമ്പം, ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ പിന്നെ ജഡീകന്മാരെ പോലെ എന്നുള്ള പ്രയോഗങ്ങളാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഒരു വിശ്വാസിയുടെ ഗണത്തിൽ പോലും വരുത്താൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം അവർക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാനായിട്ട് അവർക്കത് പറ്റിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ പോലും അവർ ചോദ്യം ചെയ്തു. പൗലോസിനെ നീ ഇത് പറയാൻ മാത്രമുള്ളതുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യം പോലും അവിടെ പൗലോസിനെതിരെ വന്നു. അത് നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ കാണും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം പൗലോസിനെ ചോദ്യം ചെയ്യുന്ന, പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അവർ വന്നു കൊരിന്ത്യർ സഭയിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് എഴുതിയ 2-ാമത്തെ ഒരു ലേഖനമാണ്. ആദ്യത്തെ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കൺഫ്യൂസ്ഡായി. ആ കൺഫ്യൂസ്ഡായ ആ സൊസൈറ്റിയെ ഒന്നുകൂടെ നവീകരിക്കാൻ വേണ്ടി, റിവൈവ് ചെയ്യാൻ വേണ്ടി, വീണ്ടും ഇച്ചിരി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത്. നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, നമുക്ക് അല്ലേ മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ. 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിജ്ഞാനം, വാസന, അത് പരത്തുക, ജയോത്സവമായി നടത്തുക എന്നൊക്കെയുള്ള. ഈ വാക്യത്തിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റോമൻ എംപയർ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെ കീഴടക്കി കഴിഞ്ഞാൽ
ഒരു രാജ്യം റോമൻ പട്ടാളം ഒരു രാജ്യത്തെ കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കീഴടക്കിയ രാജ്യത്തിൽ നിന്നുള്ള കൊള്ളകളും അവിടുത്തെ പടയാളികളെയും പിടിച്ചുകൊണ്ട് വരവ് സ്വാഭാവികമായിരുന്നു. എന്തിനാണിത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ വിജയത്തിൻ്റെ ഒരു സിമ്പലായിട്ട് ഈ കൊണ്ടുവരുന്നവരെ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് റോമൻ എംപയറിൻ്റെ അന്നത്തെ ദേവാലയത്തിനകത്ത് കൊണ്ടുവന്നവരെ ബലിയർപ്പിക്കും, അവരെ കൊന്നുകളയും. അപ്പോൾ ഈ കൊണ്ടുവരുന്നതിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഈ കൊണ്ടുവരുന്നതിന് ജയിച്ചു വരുന്ന ഈ പട്ടാളത്തിന് മുൻ ജനറൽ ഒരുവനുണ്ടാവും. ആ ജനറൽ ഒരു ഏറ്റവും ഫ്രണ്ടിൽ കൊടിയൊക്കെ പിടിച്ച് കുതിരപ്പുറത്ത് അദ്ദേഹം പോകുന്നു. അതിൻ്റെ പിന്നാലെ ജയിച്ചു വരുന്ന പടയാളികൾ വരുന്നു. അതിൻ്റെ പിന്നാലെ കീഴടക്കപ്പെട്ട പിന്നെ അന്യരാജ്യത്തെ പടയാളികളായിട്ടുള്ളവരും കൊള്ള വസ്തുക്കളും എല്ലാം ഉണ്ടാകും. വലിയ വരവേൽപ്പാണ് അവർക്ക് നൽകുന്നത്. വലിയ വീതികളിൽ കൂടെ അവർ പോകുമ്പോൾ ഇരുവശത്തു നിന്നുള്ള ജനങ്ങളുടെ ആർത്തുള്ള ആരവങ്ങളുണ്ടാകും. ഒപ്പം തന്നെ ഈ ദേവാലയത്തിൽ നിന്ന് വരുന്ന ഇതുണ്ടാവും, സുഗന്ധവർഗ്ഗങ്ങളിട്ട് പുകയ്ക്കും. എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാലോ, അത് നമ്മുടെ ബൈബിളിലും നമ്മൾ കാണുന്നുണ്ട്. ദേവാലയത്തിലെ അരോമ സുഗന്ധദ്രവ്യങ്ങളിട്ട് പുകയ്ക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ ഇത് കത്തിക്കും. അപ്പോൾ ഈ മണം ഇതിൻ്റെ സ്മെല്ലിങ്ങനെ എല്ലായിടത്തും പരക്കും. ഇതെല്ലാവർക്കും ഒരുപോലെ കിട്ടും, എല്ലാവർക്കും ഒരുപോലെ കിട്ടും. ഈ ചിത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ വാക്യം കഴിയുന്നോടം വരെ ഈ ചിത്രം ഉണ്ടെങ്കിലേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പടയാളികൾ ജയിച്ചു വരുന്ന ഒരു പട്ടാളത്തിന് മുന്നിൽ പോകുന്ന ഒരു ജനറൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. അതിൻ്റെ പിന്നിൽ പടയാളികൾ നിൽക്കുന്നു. ആ പടയാളികൾക്ക് പിന്നിൽ പരാജിതരായി വന്നിരിക്കുന്ന പടയാളികളും അവരുടെ കൊള്ള വസ്തുക്കളും നിൽക്കുന്നു. ഒപ്പം ഒരു വലിയ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു തെരുവോരം കൂടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുക. അങ്ങനെ നിൽക്കുന്ന അതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും എല്ലായിടത്തും എങ്ങനെ നടത്തുന്നു? ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവായ ദൈവത്തിന് സ്തോത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കേന്ദ്ര വസ്തു എന്ന് പറയുന്ന ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവാണ് ഏറ്റവും മുമ്പിൽ വിജയിയായിട്ട് നമുക്ക് മുൻപിൽ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കിയോ, എവിടെയൊക്കെയാണ്? എല്ലായിടത്തും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പിന്നെ എപ്പോഴൊക്കെയാണ്? എല്ലായ്പ്പോഴും വിജയത്തോടെ ജയോത്സവമായി നടത്താൻ കഴിവുള്ളവനായ ഒരു ദൈവം എന്നാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വാക്ക് പറയുമ്പം നമുക്കിനി ക്രിസ്തുവിങ്കിലേക്കൊന്ന് നോക്കാം. കർത്താവേ, നീ എവിടെയൊക്കെയാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് തിരിച്ച് നമ്മളോട് ചോദിക്കും, ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഇനി തിരിച്ച് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞാൽ പറയും, ലോകത്തിലെ സകല ശക്തികൾക്കും മുന്നിൽ വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും പിൻപറ്റുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ കർത്താവ് ഏറ്റവും മുന്നേ നിൽക്കുമ്പോൾ ഈ പ്രയോഗത്തിൽ ഒരു അല്പം പ്രശ്നമുണ്ട്. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന പിന്നാലെ പോകുന്ന പടയാളി എന്ന് പറയുന്നത് കീഴടക്കപ്പെട്ടവൻ എന്ന നിലയിൽ പൗലോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ സുവിശേഷത്തിന് കീഴായി വന്ന സുവിശേഷം അംഗീകരിച്ചവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം നമുക്ക് ജയാളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ ജയത്തോടെ നടത്താൻ കഴിവുള്ളവൻ ആരായുള്ളൂ? കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവിന് മാത്രമേ നമ്മളെ ജയത്തോടെ നടത്താൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയും അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് ജീവിത മേഖലകൾ നമുക്ക് മുൻപിൽ വരാറുണ്ട്. എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയും? ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കും? എൻ്റെ ജീവിതത്തിന് മുന്നിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെയാണ് ഒരു വിടുതൽ കണ്ടെത്താനായിട്ട് കഴിയുന്നത്? ഇത് സകല മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വിഷയങ്ങൾ പല വിധത്തിലായിരിക്കുമെന്നേ ഉള്ളൂ. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണം എന്നുള്ള ആ ചിന്ത ഒരേപോലെയായിരിക്കും. പക്ഷേ വചനം പറയുകയാണ്, നമ്മളെ എല്ലായ്പ്പോഴും ജയത്തോടെ നടത്താൻ കഴിവുള്ളവനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത് അല്ലേ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്താൻ കഴിവുള്ളവൻ. ആ വാക്കെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. നമ്മളൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചിന്താഗതി. ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ
നമ്മളിൽ തന്നെ ട്രസ്റ്റ് ചെയ്യും, നമ്മളിൽ തന്നെ ആശ്രയിക്കും. ഇതെനിക്ക് പറ്റും, അല്ലെ, ഇതെന്നെ കൊണ്ട് കഴിയും, ഇതെനിക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളൊരു ധാരണ നമ്മളിലേക്ക് ഉണ്ടായി വരും ചില സമയങ്ങളിലൊക്കെ. പക്ഷേ പൗലോസ് ഇവിടെ പറയാണ് അങ്ങനല്ല. ഈ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് വന്നേ. ഇവിടെ ജനറൽ മുന്നേ പോകുമ്പോൾ ഇതിന്റെ പിന്നിൽ വരുന്ന പടയാളികളെല്ലാം എങ്ങനെയാണ്? അദ്ദേഹത്തിന് വിധേയപ്പെട്ടാണ് പോകുന്നത്. എല്ലാ ക്രെഡിറ്റും ആർക്കാ പോകുന്നതെന്ന് അറിയാം. അന്നേരത്തെ ആ സെറിമണിയിൽ അവിടെ ഈ ജനറലിനാണ് പോകുന്നത്. സകല ക്രെഡിറ്റും പോകുന്നത് ആർക്കാ? ജനറലിനാണ്, അല്ലെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒന്ന് നേടാനായിട്ട് കഴിയുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കുന്നിടത്തൊക്കെ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും കഴിയും, എനിക്കെല്ലാം സാധ്യമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നിടത്താണ് നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുക, ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും എങ്ങനെയാ? ജയോത്സവത്തോടുകൂടെ നടത്താൻ കഴിയുന്നവൻ, ജയോത്സവത്തോടുകൂടെ. ഇതൊരു ആ വാക്ക് ബൈബിളിൽ രണ്ടിടത്ത് ഈ ജയോത്സവം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് ഒന്ന് കൊലോസ്യ ലേഖനത്തിലാണ്, എഫേസ്യ ലേഖനത്തിലാണ് പിന്നെ നമ്മൾ വായിക്കുന്നത്, അവൻ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മേൽ അവൻ എന്ത് ചെയ്തു? ജയോത്സവം കൊണ്ടാടി എന്നൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഒരു ജയോത്സവം എന്ന് പറയുന്ന വാക്ക് ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സാധാരണ പറയുന്ന ഒരു വിക്ടറി എന്നൊരു പദത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറയില്ലേ വിക്ടറി എന്ന് പറയുന്ന ഒരു വിജയം, അങ്ങനെ ഒരു വിജയമല്ല ഈ ജയോത്സവം എന്ന് പറയുന്നത്. മറിച്ച് വിക്ടറി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഉദാഹരണം പറഞ്ഞുതരാം. ഒരു രാജ്യത്ത് പോയി മറ്റൊരു രാജ്യത്തെ നമ്മൾ കീഴ്പ്പെടുത്തി നിരിക്കട്ടെ, അതിനെ എന്തെന്ന് പറയാം? വിജയം, വിക്ടറി എന്ന് പറയാം. ഇനി നേരെ ആ പിടിച്ചവരെ അല്ലെങ്കിൽ ജയം കഴിഞ്ഞ് നമ്മൾ ഈ ജനത്തെയും കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നിട്ട് ആ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ആദരവുണ്ടല്ലോ, ആ ആദരവ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ജയോത്സവമാണ്. വിജയത്തോടു കൂടെ കിട്ടുന്ന ഒരു ഉത്സവം കൂടെ. അങ്ങനെ ജീവിക്കാനാണ് ആര് വിളിച്ചിരിക്കുന്നത്? നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, അല്ലേ? കേവലം വിക്ടറി പറഞ്ഞ് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് വളരെ ഗൗരവപരമായ ഒരു ജീവിത രീതിയാണ്. നമ്മൾ ഇവിടെ ഇരുട്ട് കാണുമ്പോൾ മനസ്സിങ്ങനെ ഇരുട്ടാകേണ്ടവരല്ല നമ്മൾ. ഇവിടെ 4 മണിക്കും 3 മണിക്കൊക്കെ ഇരുട്ടാകും, അത് സ്വാഭാവികമായ കാര്യമാണ്. ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ 8:30 9 മണിയാകും. ഇരുട്ടാകുമ്പോൾ മുഖം പാടുകയും വെളിച്ചം വരുമ്പോൾ തെളിയുന്നവരല്ല നമ്മളെന്ന് പറയുന്നത്. മറിച്ച് എങ്ങനെയാണ്? എല്ലായ്പ്പോഴും ജയോത്സവത്തോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടിയവരാണ്. അങ്ങനെ ജയിച്ചവനായ ഒരു കർത്താവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവിക്കുന്നത്, അവനെ പിൻപറ്റുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ജയോത്സവത്തോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, എന്തിനാണ് നമ്മൾ ജയോത്സവത്തോടുകൂടെ കർത്താവ് നടത്തുന്നത്? എന്താണ് അതിൻ്റെ പിന്നിൽ ഉദ്ദേശം? നമ്മൾ ഈ എല്ലാ ബെനിഫിറ്റുകളും ഇങ്ങനെ അനുഭവിച്ച് ജീവിച്ചാൽ മാത്രം മതിയോ? അല്ല, നമ്മളെ എന്തിനു വേണ്ടിയാണ് ജയോത്സവത്തോടുകൂടെ കർത്താവ് നടത്തിയിരിക്കുന്നത്? 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 2-ാം പാർട്ട്, 14-ന്റെ 2-ാം പാർട്ടിൽ ഇങ്ങനെ കാണുന്നു, ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. എന്താണ് ഈ പരിജ്ഞാനത്തിൻ്റെ വാസന എന്ന് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെ ജയിച്ചു പോകുന്ന ഈ ജയാളിയായി അല്ലെങ്കിൽ ജയോത്സവം കൊണ്ടാടുന്ന ഈ കമാൻഡേഴ്സ് അല്ലെങ്കിൽ ഈ പട്ടാളക്കാർ, അവർ പോകുമ്പോൾ ഇരു സൈഡിൽ നിന്നും ധൂപവർഗ്ഗങ്ങൾ വീശാറുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിൽ നിന്നുള്ള, അവിടുത്തെ അമ്പലത്തിൽ നിന്നുള്ള, അവരുടെ ദേവന്മാരുടെ അമ്പലത്തിൽ നിന്നുള്ള ധൂപവർഗത്തിൻ്റെ സ്മെല്ലും ഇങ്ങനെ വരും. ഇത് ശ്വസിക്കും എല്ലാവർക്കും. ഇത് കിട്ടും എല്ലാവർക്കും. ആർക്ക്? തോറ്റവർക്കും കിട്ടും, ജയിച്ചവർക്കും എന്ത് ചെയ്യും? ഒരുപോലെ കിട്ടും, അല്ലേ? ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ജയത്തോടുകൂടെ നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്?
ജീവനോടെ നിർത്തിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ജീവിക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ഈ ഇവാഞ്ചലിസത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുമ്പം പറയാറുള്ളത്, ഈ ദൈവത്തിന് നമ്മൾ ആരാധന അർപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവത്തിന് അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു ആവശ്യമില്ല. കാര്യം എന്താ? ദൈവത്തെ ആരാധിക്കാൻ ദൂതന്മാർ എന്തോരം ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. ദൈവത്തിന് എപ്പോഴും ആരാധന കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് അങ്ങനെ ആരാധനക്കൊതിയൊന്നുമില്ല. ദൈവത്തിന് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ നമ്മളെ കടപ്പെട്ടവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തോളുക. അല്ലാണ്ട് അവൻ്റെ ആരാധന, ദൈവത്തിൻ്റെ പ്രതീക്ഷ ആരാധിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിലനിൽക്കുള്ളൂ, അങ്ങനെ ഒരു ചിന്തയൊന്നും ആർക്കും ഇല്ല. ദൈവത്തിന് ഇല്ല. അങ്ങനെ ഒരു ചിന്തയൊന്നും ദൈവത്തിനില്ല. പക്ഷേ ദൈവത്തിന് ഒരു ചിന്ത നമ്മളെക്കുറിച്ചുണ്ട്. ക്രിസ്തു നമ്മളിവിടെ ആക്കിയിരിക്കുന്നതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരണമെന്നുള്ളത് എന്താണ്? അത് നിർബന്ധമാണ്. അതിന് ദൂതന്മാർക്ക് കൊടുത്തിട്ടില്ല അതിന് അവകാശം. അതുകൊണ്ട് നമ്മൾ പാടാറുണ്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭിക്കാത്ത ഒരവകാശമാണ് എന്ത് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത്. ദൂതന്മാരാരും വന്ന് എന്ത് പറയില്ല? സുവിശേഷം പറയില്ല. ദൂതന്മാരാകെ ഒറ്റ പ്രാവശ്യമേ സുവിശേഷം പറഞ്ഞിട്ടുള്ളത് ആട്ടിടയന്മാരോടാണ്, അല്ലേ? ദാവീദിന്റെ സന്തതി ഇന്ന് നിങ്ങൾക്കായി, അല്ലേ, ജനിച്ചിരിക്കുന്നു. അന്ന് പറഞ്ഞതേ ഉള്ളൂ, അന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ പറഞ്ഞതെല്ലാം ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലേ? ദൈവത്തിൻ്റെ സഭയാണ്. അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ജയത്തോടുകൂടെ ജീവിക്കുന്ന എൻ്റെ നിങ്ങളുടെയും അതിന് കണക്ക് നിങ്ങൾ തീർച്ചയായും ബോധിപ്പിച്ചേ പറ്റുള്ളൂ. ആയുസ്സിൽ ഒരു പ്രാവശ്യം പോലും ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് അതെന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ രക്ഷിച്ച വിധം മറ്റൊരാളോട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിങ്ങളെ ജയോത്സവത്തോടുകൂടെ നടത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടി. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന, സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരാൻ വേണ്ടിയാണ്. ഇനി അടുത്ത വാക്യത്തിലേക്ക് പോയതിന് ക്ലിയർ പിക്ചർ അതിനകത്ത് കിട്ടും. അടുത്തൊരു വാക്യം വായിച്ച, അടുത്ത വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. ഇവിടെ നോക്കിക്കേ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് എന്താണ്? ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇനി ആ തെരുവിലേക്കൊന്ന് വന്നേ, ഭയങ്കര അട്ടഹസിച്ച് ഉല്ലസിക്കുന്ന ആ തെരുവിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ ധൂപവർഗം വരുമ്പോൾ, ഈ ധൂപവർഗം ശ്വസിക്കുന്ന വിജയാളികളായിട്ട് വരുന്നവരെ സംബന്ധിച്ചുള്ള അവർക്ക് എന്തായിരിക്കും അതത്? അവർക്കൊരാവേശമാണ്, അല്ലേ? അവരുടെ വിജയം, അല്ലേ? ആ സ്മെല്ല് കിട്ടുമ്പോൾ അവരതിനെ ആസ്വദിക്കുകയാണ്. ഈ സ്മെല്ല് അവർക്ക് കിട്ടുമ്പോൾ അതിനെ ആസ്വദിക്കുകയാണ്. അവരുടെ വിജയം അവർ ആസ്വദിക്കുകയാണ്. ഇനി അടുത്തൊരു കൂട്ടർ അതിനകത്തുണ്ട്. അതാരാണ്? പരാജയപ്പെട്ടു വന്നവർ. അവർക്കിതെന്തായിരിക്കും? ഈ സ്മെല്ല്, ഇവർക്കും സെയിം സ്മെല്ലാണ് കിട്ടുന്നത്, അല്ലേ? അതേ സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതിൻ്റെ എന്തായിരിക്കും എന്നറിയാമോ? ഈ മണം അവർക്ക്, ഈ സ്മെല്ല് അവർക്ക് കിട്ടുന്നത്, ഈ സുഗന്ധം ലഭിക്കുന്ന എവിടം വരെ ഉള്ളൂ? ആ ദേവാലയം വരെ ഉള്ളൂ. ആ ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എന്താ? ശിരച്ഛേദമാണ്, അല്ലേ? തല കണ്ടിച്ചു കളയാണ്. അപ്പോൾ നോക്കിക്കേ, സുവിശേഷത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും എല്ലാവർക്കും ഒരുപോലെയാണ്, സൗരഭ്യവാസനയാണ്. നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഇത് സൗരഭ്യവാസന തന്നെയാണ്. പക്ഷേ അവസാനം പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവർക്ക്, ഇത് അംഗീകരിക്കുന്നവർക്ക്, അല്ലെ? അതാണ് നമ്മൾ അവിടെ വായിച്ചു നിർത്തുന്നത്. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഇതും മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന. അതെന്നെ മരണത്തിൽ നിന്ന്. അതാണ് ഈ ഒരേ കാര്യം തന്നെ രണ്ടു കൂട്ടർക്കും രണ്ട് വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നു. ഒരാൾക്ക് കിട്ടുന്നത് ജീവനിൽ നിന്ന് അവരെങ്ങോട്ട് പോവാണ്? ജീവനിലേക്ക് പോകുവാണ്. മറ്റൊരു കൂട്ടര് മരണത്തിൽ നിന്ന് മരണത്തിലേക്കാണ് പോകുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. സുവിശേഷം ഞാനും നിങ്ങളും ഏറ്റെടുക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ പ്രോഗ്രസീവായ മാറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ?
സുവിശേഷം ഒരുവനിൽ വരുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു. ആ ജീവന്റെ അനുഭവം അവനെ നിത്യജീവനിലേക്ക് നയിക്കുമ്പോൾ സുവിശേഷം അംഗീകരിക്കാത്തൊരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ എത്തിക്കുന്നത് എന്നു മരണത്തിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇനി ഇത് നമ്മളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യത എവിടെയാണ് വരുന്നതെന്ന് അറിയാവോ? ഒരിക്കൽ പോലും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിങ്ങൾക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഓരോരുത്തരും ആ ക്രിസ്തുവിൻ്റെ വിജയം ആഘോഷിക്കുന്നവരല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ പങ്കാളിയാകുന്നത് എപ്പോഴാണെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ വചനത്തിന് ഞാനും നിങ്ങളും ചുമൽ കൊടുക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് വേറെ ഒന്നും സമ്പാദിച്ചു വെക്കാനായിട്ടില്ല, ഇവിടെ വേറെ ഒന്നും നമുക്ക് നേടാനായിട്ടില്ല. ഒരായുസ്സേ ഉള്ളൂ. ആ ആയുസ് നമ്മുടെ കർത്താവിന് വേണ്ടി ചിലവഴിക്കുവാൻ, കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി ജയത്തോടുകൂടെ നടക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരുക എന്നുള്ളതാണ്. എവിടെയൊക്കെ നശിച്ചു പോകുന്നവരുടെ ഇടയിലും ജീവനുള്ളവരുടെ ഇടയിലും നമ്മൾ ആരായിരിക്കണം? ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് ഇനി ഈ വാക്കിനെ ഞാനൊരു ഇച്ചിരൂടെ ഒന്ന് പറഞ്ഞാൽ, സൗരഭ്യവാസനയായി മാറണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആരായി മാറണം? അരോമയായിട്ട് മാറണം, അല്ലേ? നമ്മളായി മാറണം. എങ്ങനെയാണ് സൗരഭ്യവാസനയായി മാറുന്നത്? തീക്കകത്തേക്ക്, അല്ലേ, ആ സുഗന്ധവർഗ കൂട്ടുകൾ തീക്കകത്തേക്ക് വീണ് ഇല്ലാതെയാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സുഗന്ധം ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഒരു തീക്കകത്ത് നമ്മളിപ്പം സാമ്പ്രാണിത്തിരി വീട്ടിൽ മേടിച്ചോണ്ടോ? സാമ്പ്രാണിത്തിരി അതിന് എന്തിനു വേണ്ടിയാണ് നമ്മൾ മേടിച്ചോണ്ട് വരുന്നത്? തീ കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല. അതിനെന്തിനു വേണ്ടിയാ? നമുക്കതിൽ നിന്ന് സുഗന്ധം കിട്ടണം. കത്തിച്ച് വെച്ചിട്ട് പുക മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക? യൂസ്ലെസ്, അല്ലേ? യൂസ്ലെസ് എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ അത് കത്തിച്ച് വെക്കണം. കത്തുന്നതിനനുസരിച്ചാണ് അതിൽ നിന്ന് എന്ത് കിട്ടുന്നത്? നമുക്ക് സുഗന്ധം കിട്ടുന്നത്. ഇനി നമ്മളിൽ നിന്ന് എങ്ങനെയായിരിക്കും സുഗന്ധം കിട്ടുക? നമ്മളിൽ നിന്ന് എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് പോട്ടെ, എങ്ങനെയായിരിക്കും കിട്ടുക സുഗന്ധം? അതൊന്ന് പറഞ്ഞേ നിങ്ങൾ. നമ്മളില്ലാതെ ആയാലേ എന്ത് ചെയ്യുള്ളൂ? നമ്മളിൽ നിന്ന് സുഗന്ധം കിട്ടത്തുള്ളൂ, അല്ലേ? നമ്മളില്ലാതെ ആയാലേ നമ്മളിൽ നിന്ന് സുഗന്ധം കിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്നിടത്ത് നിന്നാണ് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി എനിക്കും നിങ്ങൾക്കും മാറാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് നമ്മുടെ ആ ഇഷ്ടങ്ങളും നമ്മുടെ ആ സ്റ്റാറ്റസും നമ്മുടെ പദവിയും ഒക്കെ നിലനിർത്താനായിട്ടാണ് പ്ലാനെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? ഇല്ല. പബ്ലിക്കിൽ പോയിട്ട് ട്രാക്ട് കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും 4 പേര് കാണുമ്പോഴത്തേക്കും മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാകാൻ പറ്റത്തില്ല, എന്താകാൻ പറ്റത്തില്ല? ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരാനായിട്ട് നമുക്ക് പറ്റത്തില്ല, അല്ലേ? അതല്ല, എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, അല്ലെങ്കിൽ എന്നെ രക്ഷിച്ച കർത്താവിന് വേണ്ടി, ജീവനുള്ള ദൈവത്തിന് വേണ്ടി എൻ്റെ എല്ലാ പദവികളും എല്ലാ സ്റ്റാറ്റസും അത് ആർക്ക് വേണ്ടിയെന്നറിയാവോ? സ്വർഗത്തിലെ സകല മഹിമകളും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉപേക്ഷിച്ചിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റിത്തന്നവനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നവരായി തീരണമെന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സൗരഭ്യവാസനയായി തീരാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയകരമായൊരു അനുഭവമാണ്. കർത്താവ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ആ വാങ്ങിച്ച സാമ്പ്രാണിത്തിരിക്ക് തുല്യമാണ്. അതിനകത്ത് നിന്ന് സുഗന്ധം ലഭിക്കുന്നില്ലെങ്കിൽ എന്തായെന്ന് നമ്മൾ പറയുള്ളൂ. അതിനെ എന്തെന്നേ പറയുള്ളൂ? യൂസ്ലെസ്, വേസ്റ്റ്, അല്ലേ? യൂസ്ലെസ് എന്നേ പറയുള്ളൂ. അത് കർത്താവ് നമ്മളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരായിരിക്കണം? അവൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുന്നവരായി തീരണം എല്ലാവരിലും. ഇനി ഇതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അവർക്ക് ഇത് കേട്ട് അംഗീകരിക്കുന്നവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്ക് നമുക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. നാം ചിന്തിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടെന്ന് ചിന്തിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ലേഖനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവരാകൊണ്ട് ഇനി എന്തല്ല, താന്താങ്ങൾക്ക് ഉള്ളവർ
അല്ല. ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളവർ ആകെ കൊണ്ട് താന്താങ്ങൾക്ക് ഉള്ളവരല്ല. നമ്മൾ ഒരു പിന്നെ നമ്മളെ കർത്താവ് തൻ്റെ രക്തം കൊണ്ട് വാങ്ങിയിരിക്കുകയാണ്, വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മൾക്ക് നമ്മുടേതായിട്ടൊന്നും അവകാശപ്പെടാനായിട്ട് ഇല്ല. കർത്താവ് പറയാണ്, പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? പോണം. അത് കാര്യം നമുക്ക് റൈറ്റ് ഇല്ല. അതാ പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് അവിടെ കൃത്യമായിട്ടുണ്ട്. ഈ താന്താങ്ങൾക്ക് ഉള്ളവരല്ല. നമുക്ക് ചിന്തിക്കാൻ, നമ്മളെക്കുറിച്ച് നമ്മുടേതെന്ന രീതിയിൽ പോലും ചിന്തിക്കാനുള്ള അവകാശം എന്തില്ല? നമുക്ക് ഇല്ല. നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള, ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് കുറേയൊക്കെ പരിധികളുണ്ട്. എന്നാൽ അതിനപ്പുറം പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ ദൈവത്തിന്റെ മുമ്പാകെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളല്ലാതെയായി തീരുന്നിടത്ത് മാത്രമേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് നമ്മിൽ കൂടെ എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലായിടത്തും എന്തായിരിക്കണം? നമ്മൾ ജയോത്സവമായി നടക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുണ്ട്. എല്ലാ മേഖലകളിലും നമ്മളെ ജയത്തോടുകൂടെ നടത്താൻ കർത്താവിന് കഴിയും. ഒരുപക്ഷെ നമുക്ക് എല്ലാ മേഖലകളിലും ജയിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല നമ്മുടെ കഴിവിൽ. ഇനി ഈ ജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കുന്നതൊന്നും അല്ല ശരിയായ ജയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുകയാണെങ്കിൽ എന്ത് എളുപ്പമായില്ലേ, എന്ത് ഈസിയായി. അങ്ങനെയൊന്നും അല്ല ഈ ജയം എന്ന് പറയുന്നത്. കർത്താവിലെ ജയം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതും എന്തായിരിക്കും? ജയമാണ്. ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നു. നമുക്കത് തോന്നും, അയ്യോ അങ്ങനെയൊക്കെ തോന്നിയ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം എനിക്കത് കിട്ടിയിരുന്നതിൽ കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ട് പിന്നീട് അന്നത് കിട്ടാതിരുന്നത് നന്നായെന്ന് തോന്നിയിട്ടുള്ള ഇല്ലേ? അങ്ങനെ വന്നിട്ടില്ലേ? അതെനിക്കത് കിട്ടാതിരുന്നത്, അപ്പോഴെനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നിരിക്കും അത് കിട്ടാതിരുന്നപ്പോൾ. പിന്നീട് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ല അത് അന്ന് കിട്ടാതിരുന്നത് നന്നായി. അതും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം നടക്കുന്നതല്ല ജയോത്സവകരമായ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിച്ച ഒരു ഭക്തനെ പോലും നിങ്ങൾക്ക് ബൈബിളിൽ കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഒരു ഭക്തനും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഭക്തനും ജീവിക്കാനായിട്ട് കഴിയില്ല. എല്ലാം അതുപോലെ നടക്കുന്നതായിട്ട് ഒരുത്തർക്കും കിട്ടത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണോ, ദൈവത്തിന് തൻ്റെ ഭക്തനെ കുറിച്ചുള്ള ആഗ്രഹം എന്താണോ, ദൈവത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ തരണമെന്നുള്ള ആഗ്രഹമുണ്ടോ, അതിനൊന്നും ഒരു മുടക്കവും വരുത്താതെ അവൻ നമ്മളെ നടത്താൻ മതിയായവനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇനി ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ പാതകളിലും നമുക്കറിയാത്ത ഒരുപാട് മേഖലയിൽ കൂടെ നാം പോകേണ്ടി വരും. നമുക്കറിയില്ല നമ്മൾ എവിടെയൊക്കെയാണ് ചെന്നെത്തുന്നത് എന്നുള്ളത്. നമ്മുടെ കാൽക്കുലേഷൻസും നമ്മുടെ ചിന്തകളൊക്കെ ഒരുപാട് പരിമിതികളുള്ളവയാണ്. നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്നവന്. അതെന്താ ആ വാക്കിൻ്റെ അർത്ഥം എന്നാണ്? നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നമ്മുടെ ചോദ്യത്തിനും നമ്മൾ നനയ്ക്കുന്നതിന് പോലും എന്തുണ്ടെന്നാ പറയുന്നത്? പരിമിതി ഉണ്ടെന്നുള്ളതാണ്. അതിനും പരിമിതിയുണ്ട്. നമുക്കത്രേ പറ്റുള്ളൂ. പക്ഷെ അതിനപ്പുറം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് നാം വിശ്വസിക്കണം. അവിടെ നിന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിച്ചറിയുന്ന ഇടങ്ങളിലാണ് ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചിലതൊന്നും ചില സമയത്ത് കൃത്യമായിട്ട് അപ്പോഴപ്പോഴും നടന്നു വരത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിനെന്ന ബൈബിൾ പറയുന്നത് അല്ലേ? തക്ക സമയത്ത് ഉയർത്തുന്നവനായ ദൈവം, തക്ക സമയത്ത് വഴി തുറക്കുന്നവനായ ദൈവം, ഏത് സാഹചര്യങ്ങളിലും ഇറങ്ങി വരാൻ കഴിവുള്ളവനായൊരു ദൈവം. ഈ ഹാഗറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഹാഗറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ അബ്രഹാം
കൊടുത്തുവിട്ട അല്പം കരുതലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൾ ആ കരുതൽ കൊണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം പോകാൻ പറ്റും? വളരെ കുറഞ്ഞ ദൂരം മാത്രമേ പോകാനായിട്ട് പറ്റിയിട്ടുള്ളൂ എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം തീർന്നു, അപ്പവും തീർന്നു, വെള്ളവും തീർന്നു കാണാൻ സാധിക്കുന്നു. ഇനി അടുത്ത് എന്താണ് ആഗ്രഹിക്കാൻ പറ്റുന്നത്? മനുഷ്യനെന്ന നിലയിൽ അപ്പവും വെള്ളവും തീർന്ന പിന്നെ എന്താ ചിന്തിക്കുന്നത്? മരിക്കുക, അല്ലേ? അതത്രേ പറ്റുള്ളൂ, നമുക്ക് അത്രേ ചിന്തിക്കാനേ പറ്റുള്ളൂ, മരിക്കുക. ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണണ്ട, എൻ്റെ മരണവും കാണണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് കരയുക. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട ദൈവം ആ കുഞ്ഞിന് വേണ്ടി നീരുറവയെ തുറന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ കരുതുന്ന കരുതലുകളെല്ലാം പാതി വഴിയിൽ തീരുമ്പോൾ, മനുഷ്യന് വേണ്ടി അവൻ സ്വരുക്കൂട്ടുന്നതെല്ലാം ഇടവഴിയിൽ അവസാനിക്കുമ്പോൾ, അന്ത്യത്തോളം ജീവനോടുകൂടെ നിലനിർത്തി വഴി തുറക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവം നമുക്ക് മുമ്പിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വഴികൾ നമുക്ക് മുൻപിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ, സൗരഭ്യവാസനയായി നിൽക്കുവാൻ, മരണത്തിൽ നിന്ന് മരണത്തിലേക്കല്ല, ജീവനിൽ നിന്ന് ജീവനിലേക്ക് പോകുന്ന ഒരു ജീവൻ്റെ തുടിപ്പുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിശ്വാസ ജീവിതമാണ് ഞാനും നിങ്ങളും മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ എൻ്റെ പ്രസംഗത്തെ ഇങ്ങനെ സംക്ഷിപ്തപ്പെടുത്താം. ഇത് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒന്ന്, ഞാനും നിങ്ങളും എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയത്തോടുകൂടെ നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ജയോത്സവം കൊണ്ടാടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ചിരിച്ച് മാത്രം ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഏത് ജീവിത സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. കാരണം നമ്മുടെ കർത്താവ് ജയാളിയായ കർത്താവാണ്. മരണത്തിനും പാതാള ശക്തികൾക്കും രാജ്യത്തിനും രാജ്യ നിയമത്തിനോ മതത്തിനോ മതശക്തികൾക്കോ ഒതുക്കി നിർത്തുവാൻ കഴിയാത്തവനായ കർത്താവിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും ആവസിക്കുന്നുണ്ട്. ആ ദൈവശക്തി എന്നിനെയും നിങ്ങളെയും ഏത് സാഹചര്യങ്ങളിലും ജയത്തോടുകൂടെ നടത്താൻ മതിയായതാണ്. എന്തിനു വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ജയത്തോടുകൂടെ കർത്താവ് നടത്തുന്നത്? അവൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാൻ, സൗരഭ്യവാസന, പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നവരായി തീരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കും. അത് നമ്മുടെ നിർബന്ധമായ ഒരു കാര്യമാണ്. എങ്ങനെ നശിക്കുന്നവരുടെ ഇടയിലും ജീവനുള്ളവരുടെ ഇടയിലും നമ്മൾ ആരായിരിക്കണം? ക്രിസ്തുവിന് സൗരഭ്യവാസനയായി തീരണം എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന പരത്തുന്നവരായി തീരുവാൻ വേണ്ടി, ജീവനിൽ നിന്ന് ജീവനിലേക്ക് പോകുന്നവരായി തീരാൻ വേണ്ടി. ഒരിക്കൽ എനിക്ക് ജീവനുണ്ടായിരുന്നു, ഇപ്പോഴെല്ലാം പോയി ക്ഷീണമാണെന്ന് പറയുന്നതല്ല. ജീവനിൽ നിന്ന് ജീവനിൽ, പ്രോഗ്രസീവായിട്ടുള്ള ഒരു ജീവനിലേക്കാണ് ഞാനും നിങ്ങളും പോകേണ്ടത്. അതിനാണ് ഈ സുവിശേഷം എന്നെയും നിങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുന്നത്. മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്ന അവരുടെ കൂട്ടത്തിലേക്കായി തീരാൻ വേണ്ടിയല്ല, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരാൻ വേണ്ടി. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകരാം, വചനത്തിൻ്റെ മുമ്പാകെ ഹൃദയങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ ചിന്തകളെയും വചനത്തിന് മുമ്പാകെ കഴുകാം. പലപ്പോഴും പരാജയപ്പെട്ടു എന്ന് തോന്നി നീറുന്ന, വേദനപ്പെടുന്ന, മനസ്സ് കലങ്ങുന്നവരായി ഞാനും നിങ്ങളും മാറാറുണ്ട്. വചനം പറയുന്നു അങ്ങനല്ല, അങ്ങനെ ആയിരിക്കരുത്. ജയോത്സവത്തോടുകൂടെ മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ജയോത്സവം കൊണ്ടാടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന പരത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എവിടെയൊക്കെയോ മാറി നിന്നവരായി, എവിടെയൊക്കെയോ സുവിശേഷത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായി, സുവിശേഷീകരണത്തിൻ്റെ പങ്കാളികളാകാതെ മാറി നിൽക്കുന്നവരായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാണ് അങ്ങനല്ല. വചനം പറയുന്ന അങ്ങനെയല്ല. എല്ലായിടത്തും അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ജീവനിൽ നിന്ന് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് പോകുന്ന, നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുന്നവരായി തീരാൻ വേണ്ടി. ഈ ജീവിതയാത്രയ്ക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു നല്ല സൗരഭ്യവാസനയായി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനുള്ള അനുഗ്രഹങ്ങളും നന്മകളും ഈ വചനത്തിൽ കൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശീർവാദത്തിൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു.